പ്രഭാതഭേരി. ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായി ആഘോഷിച്ചിരുന്ന സ്ഥലമാണ് നെയ്യാർ ഡാം. സ്കൂൾ കോളേജ് വിനോദയാത്രകളുടെ സ്ഥിരം സ്ഥലം. പശ്ചിമഘട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ അണക്കെട്ട് ജലസേചനത്തിനും കുടിവെള്ളത്തിനും മാത്രമല്ല, പേരുകേട്ട വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായിരുന്നു. ശാന്തമായ ജലസംഭരണി, ബോട്ടിംഗ് സൗകര്യങ്ങൾ, ലയൺ സഫാരി പാർക്ക്, ക്രോക്കഡൈൽ പാർക്ക്, ചുറ്റുമുള്ള പ്രകൃതി ഭംഗി എന്നിവ സന്ദർശകരെ ധാരാളമായി ഇവിടേക്ക് ആകർഷിച്ചു. എന്നാൽ ഇന്നോ അനന്തമായിട്ടുള്ള വികസന സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും വികസന മുരടിപ്പിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. പൊതുപ്രവർത്തകൻ ഗോപു നെയ്യാർ. ലയൺ സഫാരി പാർക്ക് ഉണ്ടായിരുന്നത് അതിപ്പോൾ പൂട്ടിപ്പോയൊരവസ്ഥയിലാണ്. ബോട്ടിംഗ് തന്നെ കേവലം പേരിന് മാത്രമായിട്ട്, ആവശ്യത്തിന് ബോട്ടുകളില്ലാത്തതിന്റെ കുറവ് അവിടെ എത്തുന്ന വിനോദസഞ്ചാരികളെ ബാധിക്കുന്നുണ്ട്. ചിൽഡ്രൻസ് പാർക്ക് ഉൾപ്പെടെ നശിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു ഓണക്കാലം വീണ്ടും നമ്മുടെ മുന്നിലെത്തുമ്പോൾ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥയിലേക്ക് നെയ്യാർ ഡാം എന്ന് പറയുന്ന ടൂറിസ്റ്റ് കേന്ദ്രം മാറിയിട്ടുണ്ട്. അതിമനോഹരമായിട്ടുള്ള ഗാർഡൻ. കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് AK ശശി. ഡിസൈൻ ചെയ്ത് രാജാറാം എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഒരു ശില്പിയാണ്, തമിഴ്നാട്ടുകാരനാണ്. ഒരു കാലത്ത് ദക്ഷിണേന്ത്യൻ സിനിമകളുടെ ഷൂട്ടിങ്ങിന്റെ ഒരു പ്രധാന കേന്ദ്ര സ്ഥലമായിരുന്നു ഇവിടെ. കാലക്രമേണ അതിനകത്ത് വന്ന് കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഗവൺമെന്റ് സംവിധാനങ്ങളും വളരെ അശാസ്ത്രീയമായി കൈകാര്യം ചെയ്തുകൊണ്ട് ഇന്ന് അതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ആ ഗാർഡനൊക്കെ വെട്ടി നശിപ്പിച്ച് രാത്രി കാലങ്ങളിൽ വരുന്നവർക്ക് കാണാൻ പറ്റുന്ന വിധത്തിലുള്ള ആ ഡാമിന്റെ ഉയരെയുള്ള ഡൂം ലൈറ്റുകൾ, അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും വരുന്ന വൈദ്യുതി ദീപാലങ്കാരങ്ങൾ നിശേഷം നശിച്ചിരിക്കുകയാണ്. രാത്രി കാലങ്ങളിൽ സർപ്പങ്ങൾ, ഇഴജന്തുക്കളുടെയും മൃഗങ്ങളുടെയും ഒരു സാമൂഹ്യ വിരുദ്ധന്മാരുടെയും ഒരു വിഹാര കേന്ദ്രമായിട്ട് അത് മാറിയിരിക്കും. മുൻകാലങ്ങളിലൊക്കെ കോടിക്കണക്കിന് രൂപ നെയ്യാർ ഡാമിന് വേണ്ടി അനുവദിക്കുന്നതായിരുന്നു. അത് ഈ ഗാർഡൻ മെയിൻ്റനൻസ്, കനാൽ മെയിൻ്റനൻസ്, അങ്ങനെയുള്ള തരംതിരിച്ച് ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി ഒരു പൈസ അയക്കുമായിരുന്നു. ഈ വർഷം ഞാൻ അറിഞ്ഞിടത്തോളം തുച്ഛമായ പൈസ മാത്രമാണ് ഇറിഗേഷന്റെ ഈ ഡിപ്പാർട്ട്മെന്റ് ഈ സെക്ഷന് വേണ്ടി അനുവദിക്കുന്നത്. അതുകൊണ്ട് കനാൽ മെയിൻ്റനൻസ് പോലും ചെയ്യാൻ കഴിയുന്നില്ല. കനാലുകൾ ഇന്ന് കൊടും കാടായിട്ട് മാറിയിരിക്കുകയാണ് രണ്ട് സൈഡും. എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു ചായ കുടിക്കണം, അതുപോലെ ഭക്ഷണ സൗകര്യങ്ങൾ കിട്ടണം, പിന്നെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ, ഇതൊക്കെ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെയും ഫെസിലിറ്റീസ് പെടുന്നതാണ്. നെയ്യാർ ഡാമില് 5 മണി കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് വരുന്നവർക്ക് ഒരു ചായ പോലും കിട്ടുകയില്ല. നെയ്യാർ ഡാം ഇറിഗേഷന് വേണ്ടി പണികഴിപ്പിച്ചുള്ള ഒരു ക്യാൻറ്റീനും ഉണ്ട്. ആ ക്യാൻറ്റീൻ രാവിലെ 10 മണിക്ക് തുറക്കും, വൈകുന്നേരത്ത് 5 മണിക്ക്. ആഫീസ് ടൈം പോലെ 5 മണിക്ക് അടയ്ക്കും. ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗം വിജയചന്ദ്രൻ. കഴിഞ്ഞ കുറച്ചു കാലമായി നെയ്യാർ ഡാമിലെ ലയൺ സഫാരി പാർക്കിൽ സിംഹങ്ങളൊന്നുമില്ല. ഘട്ടം ഘട്ടമായി ചത്തു. പുതുതായിട്ട് സിംഹങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി ചില നടപടികൾ സ്വീകരിച്ചുവെങ്കിലും ഇപ്പോൾ സിംഹങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ആ പ്രദേശം തന്നെ അടഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിലേക്ക് മാറി. ഞാനൊക്കെ SSLCക്ക് നെയ്യാർ ഡാമിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിത്രശലഭങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു പൂന്തോട്ടമായിരുന്നു നെയ്യാർ ഡാം. പ്രതിമകളായാലും പൂന്തോട്ടങ്ങളെല്ലാം നശിപ്പിച്ച് പിക്നിക് പോലുള്ള പ്രേം നസീറിന്റെയൊക്കെ സിനിമകൾ, ഒരു സിനിമ പോലും നെയ്യാർ ഡാമിൽ വന്നെടുക്കാൻ ആരും തയ്യാറാകുന്നില്ല. ടൂറിസ്റ്റുകൾ നെയ്യാർ ഡാം എന്ന് കണ്ടിട്ട് ദുഃഖത്തോടു കൂടിയാണ് തിരിച്ചു പോകുന്നത്. നെയ്യാർ ഡാമില് ദീപാലങ്കാരം വൻകിട കമ്പനികളെ നമ്മൾ ചെന്ന് കണ്ട് പ്രഷർ ചെലുത്തിയിരുന്നെങ്കിൽ അവരുടെ സ്പോൺസറായിട്ട് നെയ്യാർ ഡാം ഭംഗിയായി പ്രകാശപൂരിതമായി മാറുമായിരുന്നു. ഇപ്പൊ ആ കൂടെ ഓണാഘോഷ നാളിൽ മാത്രം അല്പം എലിമിനേഷൻ കാണും, അത്ര തന്നെ. കാളിപാറയിൽ നിന്ന് നെയ്യാർ ഡാമിലേക്ക് ഒരു റോപ്പ് വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന തരത്തിലേക്ക് ഒരു നല്ല ഒരു പ്രോജക്റ്റായി മാറുമായിരുന്നു. അതുപോലെ മിനി വാട്ടർ തീം പാർക്ക്, ഇഷ്ടംപോലെ ഏക്കർ കണക്കിന് വസ്തു അവിടെ ഉണ്ട്, ഇഷ്ടംപോലെ വെള്ളമുണ്ട്. കുറെ കോടി രൂപ അനാവശ്യമായിട്ട് എവിടെയെങ്കിലും ഒക്കെ ഡംപ് ചെയ്തിട്ട് അതാണ് വികസന പ്രവർത്തനം എന്ന് പറയുന്നതിൽ കാര്യമില്ല. മാനേജ്മെന്റിന്റെ കാഴ്ചപ്പാടില്ലായ്മ നെയ്യാറിന്റെ മനോഹാരിതയ്ക്ക് മങ്ങലേൽപ്പിച്ചു. ടൂറിസ്റ്റുകളെ ആകർഷിച്ചിരുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ പതുക്കെ ക്ഷയിച്ചു. ആധുനിക സൗകര്യങ്ങളുടെ അഭാവം ഈ സ്ഥലത്തെ ഒട്ടും ആകർഷകമല്ലാതാക്കി. കേരളത്തിലെ ചെറിയ സ്ഥലങ്ങൾ പോലും ടൂറിസം രംഗത്ത് അഭിവൃദ്ധി പ്രാപിച്ചപ്പോൾ നെയ്യാർ ടൂറിസം ഭൂപടത്തിൽ നിന്ന് നിശബ്ദമായി അപ്രത്യക്ഷമാകുന്നു. അവിടുത്തെ പാർക്കുകളെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പൊ അവിടെ കാട് കയറി ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമാണ് അവിടെ. പ്രദേശവാസി മഞ്ജുഷ. അവിടെ ടിക്കറ്റ് വെച്ചാണ് ആൾക്കാരെ കയറ്റുന്നത്. കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറച്ചു നാളുകൂടെ കഴിയുമ്പോൾ നെയ്യാർ ഡാം എന്നൊരു കാര്യം അവിടെ ഇല്ലാതെയാവും. കാര്യം ഇപ്പൊ ലയൺ സഫാരി പാർക്കിൽ സിംഹങ്ങളില്ല, 2-3 പഴയ ബോട്ട്, ട്രക്കിംഗ് ഇല്ല. ഇപ്പൊ ഓണം വരുന്ന സമയത്ത് മാത്രം കുറച്ച് ആൾക്കാരെ കൊണ്ടുവരുത്തി പുല്ല് ചെത്തിക്കുക. കുറച്ച് ഭാഗത്ത് ക്രോക്കഡൈൽ ഫാം ഉണ്ട്. ആ പരിസരത്തേ പോയി ആർക്കും നിൽക്കാൻ പറ്റൂല. അവിടെയൊക്കെ വളരെ വൃത്തിഹീനമായിട്ടുള്ള അവസ്ഥയാണ്. റോസാ ചെടികൾ, റോസാപ്പൂക്കൾ, പ്രതിമകൾ എല്ലാം അന്യം നിന്ന് പോയി. കള്ളിക്കാട് പഞ്ചായത്ത് മുൻ അംഗം LK കുമാരി.
കുമാരി. ശിവാനന്ദ ആശ്രമം എന്ന് പറയും. അവിടത്തേക്ക് പോകാൻ വരുന്ന ഈ വിദേശീയ സഞ്ചാരികളെല്ലാം തന്നെ നെയ്യാർ ഡാമുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വന്നിരിക്കുകയും അങ്ങോട്ട് പോകുമ്പോൾ ഇരുട്ടിലാണ്, പോകാൻ ഒരു വെളിച്ചമില്ല. ഈ കാട് തന്നെ കളയാനായി ഇപ്പം ഓണം സംബന്ധിച്ച് അവിടെ കുറച്ച് പ്രിപ്പറേഷൻസ് ഗേറ്റ് വഴി കയറി കഴിഞ്ഞാൽ നമ്മളെ ആകർഷിക്കുന്ന ഒന്നും അതിനകത്തില്ല. അടുത്തിടെയായി ഓണക്കാലത്ത് കുറച്ചു ദൂരം കാട് വെട്ടിത്തെളിച്ച് കുട്ടികളുടെ കുറച്ചു കളി ഉപകരണങ്ങളും വൈദ്യുതാലങ്കാരവും ഇട്ട് ചടങ്ങി നടത്തി പോരലാണ് നെയ്യാർ ഡാമിൽ പതിവ്. കോവിഡിന് ശേഷം ലോകമാകെ റിവഞ്ച് ടൂറിസം കൊണ്ടാടുന്ന കാലത്താണ് വർഷം മുഴുവൻ സഞ്ചാരികളെ കൊണ്ട് നിറയേണ്ട സ്ഥലം നശിച്ചു പോകുന്നത്. നെയ്യാർ ഡാം പ്രദേശവാസികളെ സംബന്ധിച്ച് ഭൂമിയിലെ മനുഷ്യരെല്ലാം ഞങ്ങളെ കാണാൻ വന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഒരിക്കലും ഈ ഓണം പോലുള്ള ആഘോഷങ്ങൾ. നെയ്യാർ തീരത്ത് ജനിച്ചു വളർന്ന എഴുത്തുകാരൻ KS രതീഷ്. കുറേ മനുഷ്യരെ കാണാൻ, അവർക്ക് വേണ്ടിയിട്ട് വിഭവങ്ങൾ ഒരുക്കി വെക്കാനുള്ള ഒരു അവസരം. ഡാം പഴയ പ്രൗഢി ഇല്ലാതെയാകുകയും അതിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ആഘോഷങ്ങളോടനുബന്ധിച്ച് ഒന്നൊരുക്കി നിർത്തലായിരുന്നു ഇപ്പോൾ കാണുന്നത്. ഇത്രയും സൗന്ദര്യമുള്ളൊരു ഡാമും പ്രദേശവും മറ്റൊരു പ്രദേശത്തിന് അവകാശപ്പെടാൻ കഴിയുന്നതല്ല. എന്നാണോ അതിന്റെ ഉദ്ഭവകാലത്തുണ്ടായ സാഹചര്യം അതിൽ വെച്ച് നിറം കൊടുത്ത് ഒരുക്കുക എന്നുള്ളതാണ്. ഒരുപാട് മനുഷ്യരെ കൊതിപ്പിച്ചിരുന്ന സൗന്ദര്യത്തിൽ നിന്നിങ്ങനെ ഓരോ കാലം ചെല്ലുന്തോറും അതിന്റെ ബൾബുകൾ മങ്ങി വരുന്നതായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. പല ഡാമുകളും മുന്നിൽ നിന്ന് അതിനെ കണ്ട് അന്തം വിട്ടു പോകാൻ മാത്രമേ പലർക്കും കഴിയുള്ളൂ. പക്ഷെ ഞങ്ങളുടെ ഡാമിന്റെ പ്രത്യേകത അതിന്റെ ഉള്ളിലേക്ക് കയറി അവിടെ സ്വസ്ഥമായിട്ടിരുന്ന് അതിൽ കുളിച്ചൊക്കെ പോകാൻ കഴിയുന്ന ഒരു സൗന്ദര്യം കൂടെയുണ്ട്. ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ഈ ടൂറിസത്തെ ഉപയോഗപ്പെടുത്താൻ സർക്കാരും സംവിധാനങ്ങളും ശ്രമിക്കണം. എന്നിരുന്നാൽ തന്നെയും നെയ്യാറിലേക്ക് ഒരുപാട് മനുഷ്യർ ആഘോഷങ്ങളിലും അല്ലാതെയും ഒഴുകിയെത്തുന്നത് ഞങ്ങളും പഴയതുപോലെ കൊതിയോടെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പന്ത ശ്രീകുമാർ. നെയ്യാർ ഡാമിനകത്തേക്ക് വരുന്ന സഞ്ചാരികളിൽ നിന്ന് ഈടാക്കുന്ന ഫീസ് വരെ കൃത്യമായിട്ട് ട്രഷറിയിൽ അടച്ച് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയോ മറ്റ് ഡെവലപ്മെന്റിന് വേണ്ടിയോ നിസ്സാരമായിട്ടുള്ള തുക മാത്രമാണ് സർക്കാർ ചെലവഴിച്ചത്. 2022 തന്നെ MLA ശ്രമഫലമായിട്ട് ഒരു 3 കോടി രൂപ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വകയിരുത്തിയെങ്കിലും ഈ നിമിഷം അതിന്റെ പണി തുടങ്ങുകയും ചെയ്തു. ആ ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറയുമ്പോൾ അത് നല്ല രീതിയിൽ ഒന്ന് ഡെവലപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാലും പക്ഷെ അതിനെ മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു നടപടിയും നടക്കുന്നില്ല. കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു അമ്യൂസ്മെന്റ് പാർക്കുകാർക്ക് ലീസിന് കൊടുത്താൽ പോലും അവിടെ അവർ കൃത്യമായിട്ട് അത് വന്ന് ചെയ്തിട്ട് ഒരു തുച്ഛമായ തുക ഇറിഗേഷന് നൽകിക്കൊണ്ട് അവിടെ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് ഓടിക്കുവാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഒരു മ്യൂസിക് ഫൗണ്ടൻ നമ്മുടെ അതിനകത്തുണ്ടായിരുന്നു. ഒരുപാട് സഞ്ചാരികൾക്ക് അത് വളരെ ആകർഷകവുമായിരുന്ന ഒരു മ്യൂസിക് ഫൗണ്ടനാണ്. ചെറിയൊരു തകരാറ് മൂലമാണ് അത് ഇപ്പോൾ പൂട്ടിക്കിടക്കുന്നത്. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് ഓരോ കാടും. സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയിൽ പുലർന്നു വന്നിരുന്ന പക്ഷികളുടെയും ശലഭങ്ങളുടെയും കൂട്ടങ്ങൾ അപ്രത്യക്ഷമാകുന്നതായി വിദഗ്ധർ ആശങ്കപ്പെടുന്നു. സംസ്ഥാന ചിത്രശലഭമായ ഉത്തമയൂരി എന്ന് വിളിക്കുന്ന ചിത്രശലഭമൊക്കെ അവിടെ തേൻ കുടിക്കാൻ എത്തുമായിരുന്നു. പക്ഷി ശലഭ നിരീക്ഷകൻ C സുശാന്ത് കുമാർ. അതുപോലെ വേറെയും പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന ചിത്രശലഭങ്ങൾ, പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന പക്ഷികൾ, ആ ഉദ്യാനത്തിന്റെ ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടിട്ട് അതിന് പഴയ ഒരു ചാരുത നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പഴയതുപോലെ പൂമ്പാറ്റകളെ ഒന്നും അധികം അവിടെ കാണുന്നില്ല. പക്ഷികളെയൊക്കെ സാന്നിധ്യം വളരെ കുറവാണ്. ഇപ്പോഴാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഓണക്കാലത്ത് മാത്രം അവിടെ ദീപാലങ്കാരത്തിന്റെ സമയത്ത് കുറച്ചൊന്ന് വൃത്തിയാക്കാൻ കഴിഞ്ഞാൽ ബാക്കി സമയത്തെല്ലാം ഒരു ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ആ പൂന്തോട്ടം. വനം ജലസേചന വകുപ്പുകൾ ശ്രമകരമായി പ്രവർത്തിച്ചാൽ മാത്രമേ നെയ്യാറിനെ സഞ്ചാരികൾക്ക് എത്തിപ്പെടാവുന്ന മനോഹര ഇടമാക്കാനാവൂ. 1980കളുടെ പകുതി ആകുമ്പോഴാണ് നെയ്യാർ ലയൺ സഫാരി പാർക്ക് ആരംഭിക്കുന്നത്. തിരുവനന്തപുരം വൈൽഡ് ലൈഫ് വാർഡൻ വിനോദ്. മരക്കുന്നത്ത് 4 ഹെക്ടർ വിസ്തൃതി വരുന്ന ഒരു ദ്വീപിലാണ് നമ്മൾ നടത്തുന്നത്. കാലക്രമത്തിൽ സിംഹങ്ങളുടെ എണ്ണം കുറയുകയും 2021 പൂർണ്ണമായിട്ടും അവസാനത്തെ സിംഹവും നമ്മുടെ ക്യാപ്റ്റിവിറ്റിയിൽ മരണപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായി. സെൻട്രൽ സൂ അതോറിറ്റിയുടെ നിലവിലെ നിയമങ്ങൾ അനുസരിച്ച് ഇത്തരത്തിലൊരു ലയൺ സഫാരി പാർക്ക് വലിയ മൃഗങ്ങളെ വെച്ച് നടത്തുന്നതിന് മിനിമം 10 ഹെക്ടർ സ്ഥലം വേണമെന്നൊരു നിബന്ധനയുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്കവിടെ 4 ഹെക്ടർ മാത്രമുള്ള ഒരു ഐലൻഡാണ്. എന്നാൽ ഈ നിബന്ധനകൾ നിലവിൽ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നതാണ് നെയ്യാർ ലയൺ സഫാരി പാർക്ക്. ഇതാണ് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ്. അപ്പൊ ഇത് വെച്ച് സെൻട്രൽ സൂ അതോറിറ്റി ആയിട്ട് പല തരത്തിലുള്ള ഡിസ്കഷൻ നടത്തുന്നുണ്ട്. തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ബോട്ടിംഗ് നിലവിൽ നല്ല രീതിയിലാണ് നടക്കുന്നത്. പിന്നെ ബോട്ടുകൾക്ക് പലതിനും കാല പഴക്കമുണ്ട്. എങ്കിലും ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നെയ്യാറിൽ ഒരു പുതിയ ബോട്ട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നെയ്യാർ ഇറിഗേഷൻ പ്രോജക്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിദ്ദിഖ് MS. നെയ്യാർ ഡാമിനകത്തുള്ള ഒരു മേജർ അട്രാക്ഷൻ എന്ന് പറഞ്ഞ ഗാർഡനാണ്. ഈ ഗാർഡന്റെ പല ഭാഗങ്ങളിലും ഇപ്പൊ കാട് പിടിച്ച് കിടക്കുന്നത് കൊണ്ട് പലരും അതിനാണ് മെയിൻ കംപ്ലൈന്റ് വരുന്നത്. അതുപോലെ ചിൽഡ്രൻസ് പാർക്കിന്റെ ഭാഗം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ജീവനക്കാരുടെ അഭാവമാണ് മെയിനായിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ കൂടുതൽ ആൾക്കാരെ പോസ്റ്റ് ചെയ്യുകയും കാട് വൃത്തിയാക്കൽ ജോലി നടന്നുകൊണ്ടിരിക്കണം. അതോടൊപ്പം ചിൽഡ്രൻസ് പാർക്കിന്റെ എക്യുപ്മെന്റ്സ് പലതും തുരുമ്പിച്ച അവസ്ഥയിലുണ്ട്. അപ്പൊ അത് മാറ്റി പുതിയ എക്യുപ്മെന്റ്
എലിഫന്റ്സ് വെക്കുന്നതിന് വേണ്ടി ഒരു പ്രോജക്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഗാർഡൻ മെയിന്റനൻസ് നല്ല രീതിയിൽ ഇപ്പം തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ഒരു എഫക്ട് വരുമ്പോൾ അല്പം കൂടെ സമയം എടുക്കുന്നേ ഉള്ളൂ. ശാന്തമായ തടാകം, കുന്നുകൾ, വന്യജീവികൾ, കാട്, സഞ്ചാരികൾക്ക് വേണ്ടതെല്ലാം നെയ്യാർ ഡാമിൽ ഉണ്ടെന്നതാണ് സത്യം. മികച്ച ഇക്കോ ടൂറിസം കേന്ദ്രവും സുസ്ഥിര ടൂറിസത്തിന്റെ മാതൃകയും ആകുമായിരുന്ന നെയ്യാർ ഡാം അവഗണനയിൽ കാട് കയറി നശിച്ചു പോകുന്നത് സഞ്ചാരികൾക്ക് മാത്രമല്ല സർക്കാരിനും നഷ്ടം തന്നെയാണ്. പ്രഭാതഭേരി.